പറഞ്ഞിട്ടുള്ള ഒരു മീഡിയ, ഇവൻറ്റ്സ്, ഫിലിംസ്, ഫാഷൻ, എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മീഡിയ കമ്പനിയാണ് ബേസിക്കലി. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അറിയാം, എല്ലാ മുക്കിലും മൂലയിലും ഫാഷൻ എന്ന ഒരു ഫാഷൻ ഷോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എപ്പോഴും കാണാം, എല്ലാ മോളുകളിലാണെങ്കിലും അങ്ങനെയാണെങ്കിലും. അപ്പോൾ അത് ഓതറൈസ്ഡ് ആണോ അൺഓതറൈസ്ഡ് ആണോ നമുക്കറിയില്ല. എല്ലായിടത്തും ആൾക്കാർ പങ്കെടുക്കുന്നു, പക്ഷെ അതിൽ എത്രമാത്രം ഓതൻറ്റിസിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി ഒരു ഓതൻറ്റിക് ആയിട്ട് ഈ ഫാഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും വിദേശത്ത് നിന്നാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിദേശത്ത് ഈ പറയുന്ന മാതിരി ഈ ഫാഷൻ ഇൻഡസ്ട്രി നിൽക്കുന്നത്, അതുപോലെ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മുടെ യുവതലമുറ അറിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഒരു ബ്യൂട്ടി പേജിൻ്റെ സംഘടിപ്പിക്കുകയാണ് ശോഭ സിറ്റി മോളിൽ വെച്ചിട്ട്. 25-ാം തീയതിയാണ് ബ്യൂട്ടി പേജിൻ്റെ, 24-ാം തീയതി ഒരു ഡാൻസ് കോമ്പറ്റീഷന്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ വിത്ത് സിലബസോടുകൂടി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിസൈനിങ് കോഴ്സസ് ഒരുപാടുണ്ട് പല പല യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള, പക്ഷെ ഒരു ഫാഷന് പ്രിസ്ക്രൈബ്ഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോഴ്സുകൾ ഇവിടെയും ഇതുവരെ സോഫാർ ഇല്ല. അപ്പോൾ ഇദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 10 വർഷമായിട്ട് ഇന്റർനാഷണലി അക്ലൈംഡ് കൊറിയോഗ്രാഫറാണ്. അദ്ദേഹം ആണ് ഞങ്ങളുടെ ടീമിന്റെ ശക്തി. അപ്പം അങ്ങനൊരു ഇന്റർനാഷണലി അക്ലൈംഡ് ആയിട്ടൊരു മോഡലിംഗ് അക്കാഡമി തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് ചുവടുവയ്പ് എന്ന രീതിയിലാണ് ഈ ഫാഷൻ ഷോ ശോഭ സിറ്റി മോളിൽ ഇറങ്ങാൻ പോകുന്നത്. കൂടുതൽ അൻഷാദ് പറയും. എൻ്റെ പേര് രാജ് കീർത്തി, ഞാനാണ് ട്രൂത്ത് ആൻഡ് മീഡിയയുടെ CEO. രാജ് കീർത്തി നായർ. പിന്നെ ട്രൂത്ത് ആൻഡ് മീഡിയ എന്നുള്ളത് 2 സ്ത്രീകളുടെ ഒരു സംരംഭമാണ്. എൻ്റെ ഒപ്പം എൻ്റെ പാർട്ണറുടെ കൂടിയായ ജീഷ്ണ നന്ദഗോപാൽ. അപ്പം ഞങ്ങൾ 2 സ്ത്രീകള് യഥാർത്ഥമായ ഒരു ഫാഷൻ, അതായത് ഈ പറയുന്ന പറ്റിപ്പും ഉടായ്പ പരിപാടികളല്ല, കറക്റ്റായിട്ട് എന്താണ് ഫാഷൻ, എന്തുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി പ്രോപ്പറായിട്ടൊരു മിസ് യൂണിവേഴ്സോ ആ രീതിയിൽ ഇവിടെ നിന്ന് പോകുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമല്ലേ. അപ്പൊ കറക്റ്റായിട്ട് അവർക്ക് ഏതാണ് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു പേജിന്റെ എങ്ങനെ പങ്കെടുക്കണം, ഏതിൽ പങ്കെടുക്കണം എന്ന് പലർക്കും അറിയില്ല. ഫാഷൻ ഷോ കണ്ടപാട് ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങാന്ന് ശരി പിള്ളേരെ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കറക്റ്റായിട്ട് അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ല ലക്ഷ്യം ഫാഷന്റെ. പലരും ഇതിന്റെ ഒരു മണി മേക്കിംഗ് മെഷീനായിട്ടാണ് കാണുന്നത് ഫാഷൻ. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇതിന്റെ പ്രോപ്പറായിട്ട് ആൾക്കാരെ യുവതലമുറ ചാനലൈസ് ചെയ്യണം, അവരെ നല്ല വഴിക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ അക്കാഡമിക്ക് തുടക്കമിടുന്നത്. അപ്പൊ എൻ്റെ കൂടെ ജീഷ്ണയുണ്ട്. ജീഷ്ണയാണ് ഈ കമ്പനിയുടെ MDയും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും. ജീഷ്ണ നന്ദഗോപാൽ. കൂടുതൽ ജീഷ്ണ പറയും. ഞാൻ കേരളത്തിലല്ല സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഫാഷൻ കമ്പനി തുടങ്ങിയൊരു വ്യക്തിയാണ്. 20ാമത്തെ വർഷമാണ് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ. കറന്റ് കേരളത്തിൽ അവൈലബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ ഫാഷൻ ഇൻഡസ്ട്രി അത്രയ്ക്ക് അതപ്പതിച്ച ഒരു സമയമാണ്. ശരിക്കും പറയുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും, കുറേ ഫാഷൻ ഷോകൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ പല ടൈറ്റിലുള്ള പേരും പല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാ കേരളത്തിലെ കുട്ടികൾക്കും മോഡലാവാന്നുള്ളൊരു ചിന്ത, ലൈക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മോഡലാവാം, ഒന്നോ കളറോ അങ്ങനെ ഒന്നും ഇല്ല. കാരണം ആ ഒരു മേഖല അത്രയ്ക്കും ബിസിനസ് മൈൻഡിലോട്ട് മാറിയ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ. ഞാൻ കേരളത്തിലെ ആദ്യത്തെ കമ്പനി തുടങ്ങി 19 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയപ്പോൾ അന്നൊരു വാല്യൂ ഉണ്ടായിരുന്നു. ഇന്ന് വളരെ വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് അങ്ങനെ ഒരു വാല്യൂ ആയിട്ട് കൊണ്ടുപോകുന്നുള്ളൂ ഫാഷൻ ഇൻഡസ്ട്രി. സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര്, അതായത് പേരെടുത്ത് ഞാൻ പറയുന്നില്ല, കുറച്ച് പേര്, പിന്നെ കുറച്ച് മോഡലിംഗ് കമ്പനീസും മാത്രം, അതും വിരലെണ്ണാവുന്ന ആൾക്കാരാണ്. പക്ഷെ മോഡലിംഗ് കമ്പനി നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ അടിച്ചു നോക്കിയാൽ ഒരു 1000 അടുപ്പിച്ച് മോഡലിംഗ് കമ്പനീസിന്റെ പേജസ് കാണാം, വർക്ക് കാണാം, ഷോകൾ കാണാം. പക്ഷെ അതിൽ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് ഒരു വളരെ 10ൽ ചൂട് മാത്രമേ ഉള്ളൂ കമ്പനീസ്. പിന്നെ വീട്ടിൽ നിന്ന് ഇപ്പൊ പല പെൺകുട്ടികളും മോഡലിംഗ്, പണ്ട് കാലത്ത് കേരളത്തിൽ മോഡലിംഗ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. മോഡലിംഗിന് പോവുകയാണെങ്കിൽ അതൊരു വേറെ രീതിയിലുള്ള ഒരു ചിത്രീകരിച്ചിരുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പം ഈ 2 ആൾക്കാരും ഓൾറെഡി മാം ഐ നോ ഹർ പേഴ്സണലി വെരി ലോങ് ടൈം ബാക്ക്. നമ്മള് ഒരു മീഡിയ പേഴ്സൺ ആണ്, UAE ഒരു ചാനലിൽ RJ ആയിട്ട് തുടങ്ങിയ ഒരു വ്യക്തിയാണ്, എനിക്ക് കണക്ഷൻ ഉള്ളതാണ്. അപ്പം ഇവർ ഓൾറെഡി സിനിമാ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവാർഡ് ഫങ്ഷൻസ് ഒക്കെ ഓൾറെഡി ചെയ്ത ആൾക്കാരാണ്. ഇപ്പൊ ഫാഷനിലേക്ക് വരുമ്പോൾ ആദ്യം എന്നെ കണക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്, കേരളത്തിന്റെ അവസ്ഥ. അപ്പൊ അവർക്കും തോന്നി കേരളത്തിൽ ഒരു നല്ല ഒരു റിയൽ ഫാഷൻ കൊണ്ടുവരണം. അപ്പൊ ഇപ്പൊ നടക്കുന്ന ഫാഷൻ ഷോകൾ എന്താണ്, കാരണം എല്ലാവരും മോഡൽ ആവാന്ന് പറഞ്ഞ് വരുന്നു, ഇത് തന്നെയാണ് മോഡലിംഗ്. ഒരു കാര്യം യൂട്യൂബ് കണ്ട് അത് പഠിച്ചു വന്ന് നാളെ അത് പഠിപ്പിച്ചു കൊടുക്കുക. ഇവിടെയുള്ള മിക്ക കൊറിയോഗ്രാഫർ എന്നുള്ള പേരുള്ള വ്യക്തികൾ.
കാരണം ഈ കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ചെറിയൊരു കോഴ്സ് ഇല്ല. ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന സംഭവത്തിൽ ഇഷ്ടംപോലെ ഡിപ്ലോമ കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കൊറിയോഗ്രാഫി എന്താ, അത് യൂട്യൂബിൽ ഒരു ഷോ കാണുന്നത് എങ്ങനെയാണ് നടക്കുന്നത് കാണുന്നു, അത് കണ്ടുപിടിക്കുന്നു, നാളെ അവൻ കൊറിയോഗ്രാഫർ ആവും. ഇവന്തോ കേരളത്തിൽ 20ാമത്തെ വർഷം ഞാൻ ഇന്ന് കേരളത്തിലെ കൊറിയോഗ്രാഫി അല്ലെങ്കിൽ ഗ്രൂമിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക 75% വ്യക്തികളും എന്റെ കൂടെ ഞാൻ ഷോ ചെയ്ത കുട്ടികളാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് അത്രയും വലുതായതുകൊണ്ട് തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ PR വർക്ക് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് വരികയാണ്. ഇഷ്ടംപോലെ കാശ് ഒരു വർഷത്തേക്ക് ഗ്രൂമിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞ് 50,000 മുതൽ 1,00,000 രൂപ വരെ വാങ്ങുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതിനൊന്നും ആവശ്യം, പക്ഷെ അവരവിടെ ആരും ഒരു കുട്ടികൾ പോലും ഇന്ന് എവിടെയും എത്തിയിട്ടില്ല. കേരളത്തിൽ നിന്നൊരു മിസ് ഇന്ത്യ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവരും ന്യൂസ് മേഖലയിലൊക്കെ അറിയാൻ പറ്റും. ആ മിസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് ആരെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് വട്ടം വരെ മിസ് യൂണിവേഴ്സിൽ നിന്ന് പോയി ടോപ്പ് 10 പോലും എത്തിയിട്ടില്ല. അങ്ങോട്ട് എത്തുന്നില്ല. കാരണം എന്താ, അറിയില്ല എന്താണെന്നുള്ളതും എങ്ങനെ ചെയ്യുന്നത്. കാരണം എല്ലാവരും വിചാരിക്കും ഒരു കോസ്റ്റ്യൂം ഇട്ട് അങ്ങോട്ട് നടക്കുന്നതോ അല്ലെങ്കിൽ വന്ന് പോസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഫാഷൻ. അല്ല, ഇതൊരു ആർട്ട് ഫോം ആണ്. ആർട്ട് ഫോമിന് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മളിപ്പോ ഒരു ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ കരാട്ടെ അതുപോലെയുള്ള ഓരോ കാര്യത്തിനും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലെ ഈ ബ്യൂട്ടി പാജന്റ്, അതായത് സൗന്ദര്യ മത്സരം എന്നുള്ളതിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിന് മിക്ക ആൾക്കാരും കേരളത്തിലെ പാരന്റ്സിനും അറിയില്ല എന്താണെന്നുള്ളത്. ജസ്റ്റ് ഒരു വേഷം കെട്ടൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഇട്ട് മേക്കപ്പ് അടിച്ച് വന്നു കഴിഞ്ഞാൽ അതാണ് ഫാഷൻ എന്നുള്ള ചിത്രീകരണമാണ്. അപ്പൊ കേരളത്തിന്റെ ഫാഷന്റെ അവസ്ഥ അത്രയ്ക്ക് താഴെ പോയി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ രണ്ടുപേരും എന്നെ സമീപിച്ചതും ഞാൻ ഇങ്ങനെ ഒരു സംരംഭത്തിന് നേതൃത്വം നൽകാൻ തയ്യാറായിട്ടു. എന്തോ കേരളത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യാത്തതിന്റെ കാരണവും ഈ കേരളത്തിലെ ഫാഷൻ ഇൻഡസ്ട്രീന്റെ കോപ്രായം കൊണ്ടാണ്. വളരെ മോശമായ രീതിയിലാണ് പല ഷോകളും നടക്കുന്നത്. അതിന്റെ പിൻവാതിലുകളിലും പല രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പൊ ഈ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നില്ല. ആസ് സൂൺ ആസ് പോസിബിൾ. കാരണം കുറെ സംഘടന എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് പലരും, പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് അല്ല. അപ്പൊ വൺ ഡേ ഐ ബി ബാക്ക് ടു ആസ് സൂൺ ആസ് പോസിബിൾ. കാരണം ഒരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം മോഡലിംഗ് കമ്പനിയുടെ മറവിൽ പല രീതിയിലുള്ള പല നെഗറ്റീവ് കാര്യങ്ങളും നടക്കുന്നുണ്ട്. വിത്ത് എവിഡൻസ് ഐ ഹാവ്. സോ അത് ഒരു നെക്സ്റ്റ് എറണാകുളം പ്രസ് ക്ലബിൽ ഒരു പ്രസ് മീറ്റിംഗിൽ ഞാൻ അനൗൺസ് ചെയ്യും. അതിന് മുന്നോടിയായി തുടക്കം എന്ന രീതിയിലാണ് ഈ ഒരു ഇവന്റും ഈ ഒരു പ്രസ്ഥാനം ഇവിടെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യം, കാരണം ഫാഷൻ മേഖലയിലുള്ള പ്രസ് മീറ്റിംഗ് വളരെ റയർ ആയിരിക്കും, എനിക്കറിയാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൾക്കാർ ക്ലിയർ. ഞാനൊരു മലയാളിയാണ്, ജനിച്ച് വളർന്ന് കോഴിക്കോടാണ്, സെറ്റിൽ ചെയ്തിരിക്കുന്ന എറണാകുളത്ത്. ഇപ്പൊ ഞാൻ കേരളത്തിലില്ല, ഔട്ട് ഓഫ് കേരളയാണ്, ബാംഗ്ലൂർ ആൻഡ് ഡൽഹിയാണ് എന്റെ അക്കാദമിക് ക്ലാസ്സുകൾ നടക്കുന്നത്. തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ അത്യാവശ്യം നല്ല ഹോൾഡുള്ള 2 സ്ത്രീകളാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടീം ആദ്യം ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ ക്ലിയർ ചെയ്യാം. സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് അത് ഓൾറെഡി അങ്ങനെ ഒരു ബിസിനസ് മാഗ്നറ്റ് ആക്കി എടുത്തതാണ് കേരളത്തിലെ ആൾക്കാർ. സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്ക് മാത്രമേ മോഡലിംഗിൽ പോയി വലുതാകാൻ പറ്റുള്ളൂ. എന്നെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഉള്ള കുട്ടികളെ ഞാൻ 1 രൂപ പോലും വാങ്ങാതെയാണ് ക്ലാസ് എടുക്കുന്നത്, പഠിപ്പിക്കുന്നത്. കഴിവുണ്ട്, അതിനൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ 1 രൂപ പോലും നമ്മൾ പേയ്മെന്റ് വാങ്ങിക്കുന്നില്ല, ഞാൻ വാങ്ങുന്നില്ല. പക്ഷെ 1,00,000 രൂപ വരെ വാങ്ങിക്കുന്ന ആൾക്കാരാണ് നിന്നത്. ഒരു വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തിൽ ഒരു ക്ലാസ് കൊടുക്കും, 1,00,000 രൂപ പേയ്മെന്റ് വാങ്ങിക്കുന്നു. നിങ്ങൾ സാധാരണക്കാർക്ക് പോകാൻ പറ്റുമോ അങ്ങനെ ഒരു സംഭവത്തിന്? പൈസ ഉള്ളവർക്ക് പോവാം അല്ലേ? കോസ്റ്റ്യൂം അത് ഡിസൈൻ ചെയ്ത് ഇത്ര രൂപ. എന്നെ കുറിച്ച് അങ്ങനെയല്ല. ഞാനിപ്പോ കോസ്റ്റ്യൂം ആണെങ്കിലും അത് അറേഞ്ച് ചെയ്യാനുള്ള വഴി നോക്കും, അല്ലെങ്കിൽ മൈസെൽഫ് ഞാനത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്, ക്വാളിറ്റി ഉണ്ടെങ്കിൽ. പക്ഷെ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ അങ്ങനെ അല്ല. കാരണം ഈ ഒരു മേഖലയിൽ ആരും പ്രതികരിക്കാനില്ല. ഫാഷൻ മേഖലയിൽ ഞാനൊരു 20 വർഷം മുന്നേ തുടങ്ങി, അതിനുശേഷം ഞാൻ ഇതുവരെ സൈലന്റ് ആയിരുന്നു, ടോട്ടലി സൈലന്റ്. ബിക്കോസ് ഒരു മാഫിയ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പൊരുതാൻ പറ്റുന്ന ഒരു മേഖലയും അല്ല. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്, കോഴിക്കോടുകാരനാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പം ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് ഒരു ചിന്താഗതി പാടില്ല. അതുകൊണ്ടാണ് മൈസെൽഫ് സ്റ്റാർട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഒരു തുടക്കം എന്ന രീതിയിലാണ് തൃശ്ശൂർ ഇപ്പൊ നമ്മൾ ചെറിയൊരു ഇവന്റ്, ഒരുപാട് രജിസ്ട്രേഷൻ വന്നിട്ടില്ല. കാരണം ഇവരുടെ കയ്യിൽ നിന്നാണ് ഇതിന്റെ ഈ ഇവന്റിന്റെ ഫണ്ട് വരെ പോകുന്നത്, ഈ 2 ആൾക്കാരുടെ. എന്നാൽ പോലും ഒരു തുടക്കം ഇട്ട് വെച്ചാൽ ഒരു മാറ്റം വേണം. കാരണം ഈ ഒരു മേഖലയിൽ ഇതുപോലെ പ്രസ് മീറ്റിംഗോ ഇതിനെ കുറിച്ച് സംസാരിക്കാനോ ആൾക്കാർ വന്നിട്ടില്ല. സംഘടനകൾ വലിയ പേരും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. ഞാനൊരു സംഘടന സ്റ്റാർട്ട് ചെയ്ത ആളാണ്. തുടക്കത്തിൽ ഞാനത് ഫൗണ്ടർ, അതായത് അത് രൂപകൽപ്പനയിൽ ഞാൻ ഉണ്ടായി. തുടക്കം ഒരു 7 ആൾക്കാർ തുടങ്ങി തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള സംഘടനയാണ്. തൃശ്ശൂരാണ് എന്റെ ഹെഡ് ഓഫീസൊക്കെ. പക്ഷെ തുടക്കത്തിൽ ഞാൻ ഉണ്ടായെങ്കിലും ഫൗണ്ടർ കമ്മിറ്റി ഉണ്ടായെങ്കിലും ഒരു ജോയിന്റ് സെക്രട്ടറി എന്നുള്ള പൊസിഷൻ തന്നെ ഞങ്ങൾ വെച്ചു. പിന്നെ അതിന്റെ പോക്ക് മൊത്തം ആ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ പരിപാടികളാണ്. ഞാൻ ഒഴിഞ്ഞു. ഞാൻ അതിന്റെ കമ്മിറ്റി ഗ്രൂപ്പുകളിൽ പോലും ഇല്ല. കാരണം എന്താ, അത് പ്രസ്ഥാനം പോണ വഴി എനിക്കറിയാം. ഐ വാസ് ലൈക്ക് ടോട്ടലി ഞാൻ അതിന് മാറി, എല്ലാ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് ഞാനത് നിയമപരമായിട്ട് ഒരു രജിസ്ട്രേഷൻ പോലെ എടുത്തിട്ടില്ല ഇതുവരെ. കാരണം പക്ഷെ തൃശ്ശൂർ ജില്ലയിലെ മിക്ക മെയിൻ ഇവന്റ്സുകൾ നടത്തുന്ന അതിന്റെ പ്രസിഡന്റാണ്.
പേര് വരെ എനിക്ക് പറയാൻ തയ്യാറായ കുഴപ്പമൊന്നുമില്ല. ലക്ഷങ്ങൾ അയാൾ മറക്കുന്നുണ്ട് പല രീതിയിൽ. എനിക്ക് തോന്നുന്നു ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് ആ ഒരു ലെവലിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. മാം പോലെ ഞാനൊരു മീഡിയ പേഴ്സൺ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഇവരും അതുപോലെ തന്നെ വളരെ വളരെ വർഷങ്ങൾക്ക് മുന്നെയാണ്, 10 വർഷം മുന്നേ ആർട്ടിസ്റ്റ് തന്നെയാണ്, മീഡിയ പേഴ്സൺ ആണ്. ഞാൻ ഇപ്പോ അത് കാരണം എനിക്കും എന്റെ ജീവിതത്തിൽ എന്നെ ഒതുക്കിയ കുറെ പ്രസ്ഥാനങ്ങളുണ്ട് ഈ കേരളത്തിലെ ഫാഷൻ ഇൻഡസ്ട്രി തന്നെയാണ്. അപ്പൊ വീണ്ടും അതിലേക്ക് പോയി ഞാൻ ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ കേരളത്തിന് പുറത്ത് ജീവിച്ചു പോകുന്നുണ്ട്. അത്യാവശ്യം എന്താ പറയാ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഞാൻ ജീവിച്ചു പോയപ്പോൾ എനിക്കെതിരെ ഈ പറഞ്ഞ തൃശ്ശൂരിലുള്ള ആൾക്കാർ വരെയും പല രീതിയിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി കഥകൾ ഉണ്ടാക്കി വന്നവരാ. തുറന്നു പറയാൻ റെഡിയാണ്. എറണാകുളത്ത് പ്രസ് ക്ലബിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വരുന്നുണ്ട് വിത്ത് എവിഡൻസ്. നോക്കുകയാണ് എവിടെ വരെ പോകുന്നുള്ളത്. ഇത്ര വർഷമായിട്ടും കേരളത്തിൽ ഇതുപോലെ ഉടായ്പ കാണിക്കുന്ന മേഖല വേറെ ഇല്ല. ഫാഷനല്ല. ഞാനാണ് കേരളത്തിലെ ആദ്യത്തെ ഫാഷൻ മോഡലിംഗ് കമ്പനി തുടങ്ങിയാണ്. ഞാൻ ഇന്ന് അത് മാറ്റി മോഡൽ മാനേജ്മെന്റ് ആക്കി. എന്നാൽ മോഡലിംഗ് കമ്പനി അങ്ങനെ ഒരു 10 കമ്പനി ഉണ്ടാവും കേരളത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. കേരളത്തിൽ പറയാൻ വേണമെങ്കിൽ പറയാൻ കുറച്ച് കമ്പനീസ് നല്ല ഡീസന്റ് ആയിട്ട് കൊണ്ടുപോകുന്നത്. എറണാകുളത്തുണ്ടെന്ന്, തൃശ്ശൂർ ഉണ്ടെന്ന്, അത് നല്ല രീതിയിൽ കൊണ്ടുവന്ന ആൾക്കാരാണ്. ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് പേഴ്സണലി വിളിച്ചിട്ട്. കാരണം ഈ ഒരു മേഖല ആരും തിരിഞ്ഞു വെക്കാറില്ല. നിങ്ങളിപ്പം എന്താ പറയാ ഓരോ മാധ്യമങ്ങളിൽ തരുന്ന ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്ത് പോകാന്നല്ലാണ്ട് അതിന്റെ ബാക്കിലോട്ട് ആരും പോകുന്നതായിട്ട് ഞാൻ ഇന്നലെ കണ്ടില്ല. ഞാൻ അതിന് ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് ശോഭാ സിറ്റി 25-ാം തീയതി ഒരു ചെറിയൊരു ഷോ ഓപ്പൺ ചെയ്യാണ്. കാരണം ഇവരത് വലിയൊരു പ്രതീക്ഷ വെച്ച് തുടങ്ങിയതാണ്. അതില് വളരെ രജിസ്ട്രേഷൻ നോർമലി കുറവാണ്. ഒരു വലിയ ഇതല്ല. കാരണം ഇവർ തുടക്കക്കാരാണ് ഫാഷൻ മേഖലയിൽ. സിനിമാ മേഖലയിലും അതുപോലെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അതുപോലെയുള്ള മേഖലയാണ് ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ഫാഷൻ മേഖല ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ഇവരെ ആദ്യം കണക്ട് ചെയ്ത വ്യക്തി ഞാനായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഓക്കെയാണ്. അവരൊരു അക്കാദമി സ്റ്റാർട്ടപ്പും ചെറിയൊരു കോമ്പറ്റീഷനോട് ഒരു സ്റ്റാർട്ടപ്പ് ഈ മേഖലയിൽ ഒരു കടന്നുകയറ്റം എന്ന് പറയുമല്ലോ, തുടക്കം മാത്രം. കാരണം എന്നെ ഇപ്പൊ കേരളത്തിൽ ആര് വിളിച്ചാലും ഞാൻ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് വരാറുണ്ട്. അതുപോലെയാണ്. അത് സിനിമാറ്റിക്കും പിന്നെ സോളോ, ഭരതനാട്യം എല്ലാ മേഖലകളിലുള്ള ആൾക്കാർക്കും അതിൽ മത്സരിക്കാം. ഗ്രൂപ്പ് ഇനങ്ങളുണ്ട്, അതേമാതിരി തന്നെ ഇതുമുണ്ട്, സോളോ ഇനങ്ങൾക്കും മത്സരിക്കാം. രജിസ്ട്രേഷൻ ഫീസ് സോഫാർക്കൊന്നും വെച്ചിട്ടില്ല. ക്യാഷ് സോഫാർ അത് ആൾക്കാരുടെ ഒരു പങ്കാളിത്തം നോക്കിയിട്ടേ പറയുള്ളൂ. കാരണം ആൾക്കാരിലെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടെങ്കിൽ ഈ ഇവന്റ് നടത്താൻ തന്നെയുള്ള ഫണ്ടിങ് ഇവരെ കയ്യിൽ നിന്നാണ് ഇപ്പൊ പോകുന്നത്. സ്പോൺസേഴ്സോ കാര്യങ്ങളൊന്നും നന്നായിട്ട് വന്നിട്ടില്ല. തുടക്കം ഇട്ടു ഡേറ്റ് ഫിക്സ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. അപ്പൊ അവര് തന്നെ അതിപ്പം തുടക്കം അവര് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷനും സ്റ്റേജൊക്കെ ഒരുപാട് പൈസ വരുമല്ലോ. ഞങ്ങളിപ്പോ ഇതിനകത്ത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പോൺസർമാരൊക്കെ കിട്ടില്ലല്ലോ. ഞങ്ങൾ ഫിലിം ഫെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങള് അപ്പോഴും ഞാൻ പത്രസമ്മേളനത്തിന് വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ തന്നെ വന്നു തോന്നുന്നുണ്ട്. അത് ഒക്ടോബറിലായിരുന്നു. തരുമൂർത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫാഷനിൽ നമ്മുടെ ഫസ്റ്റ് സംരംഭമാണ്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചത് ഇവരുടെ ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ചെയ്യണം എന്ന് ഞങ്ങൾക്കും തോന്നി. ജെന്യൂനിറ്റിക്കല്ലേ ലാസ്റ്റ് ചെയ്യുള്ളൂ. ചിലപ്പോൾ ഞങ്ങൾ വളരെ പതുക്കെ ആയിരിക്കും, പക്ഷെ മതി ഞങ്ങൾക്ക് അത് നല്ല രീതിയിൽ ആയാൽ മതി. പേര് ചോദിച്ചാൽ പറയാനും ബുദ്ധിമുട്ടതുകൊണ്ട് ഇവർക്കൊരു പ്രശ്നം നാളെ വരരുത്. സോ ഒരു സമയം എടുത്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ എല്ലാ തെളിവും എന്റെ കയ്യിൽ ഭദ്രമാണ്. അപ്പൊ ഞാനൊരു ഹർജി സമർപ്പിക്കാൻ തയ്യാറായിരുന്നു. തീർച്ചയായിട്ടും 9567326876. ഇനി ജീഷ്ണ എന്റെ പാർട്ട്ണർ ആൻഡ് MD ആണ് നമ്മുടെ കമ്പനിയുടെ. I want Jishna to say a few words actually. ആക്ച്വലി നമ്മളെ പ്രോഗ്രാം വരുന്നത് 25-നാണ് പേജന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻസ് ഓപ്പൺ ആണ്. 24-നാണ് നമ്മുടെ ഡാൻസ് കോമ്പറ്റീഷൻ വരിക. അപ്പോൾ നമ്മുടെ ചീഫ് കോർഡിനേറ്റർ ആണ് ദൃശ്യ ഷിജോ ജോൺ. അപ്പോൾ പുള്ളിക്കാരത്തെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഫുൾ കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ആളാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ തുടക്കമാണ്. അപ്പം ഇത് സക്സസ് ആക്കിയിട്ട് നമ്മൾ അക്കാദമി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. പിന്നെ ആൾക്കൊരു പ്രത്യേകതയാണ്, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും യങ്ങസ്റ്റ് മോഡലിന്റെ അമ്മയും കൂടിയാണ് ദൃശ്യ. അപ്പൊ ആ കുട്ടിയും വരുന്നുണ്ട് ശോഭ സിറ്റിയിൽ. അപ്പൊ നിങ്ങൾക്ക് വരുമ്പോ കാണാം. 3 വയസ്സാവുന്നേ ഉള്ളു കുട്ടി. പല ബ്രാൻഡുകൾ പിന്നെ ചെയ്തിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി അവര് ബാംഗ്ലൂർ ആയതുകൊണ്ടാണ് ഞാനവിടെ കണക്ട് ചെയ്തത്. അവര് കേരളത്തിലല്ല സെറ്റ്, ബാംഗ്ലൂരാണ്.
കുറെ പ്രശ്നങ്ങൾ ഇതിനിടെ നടക്കുന്നുണ്ട്. അതൊന്നും ഇപ്പൊ ഈ ഒരു ഇവന്റിനെ ബാധിക്കുന്നതുകൊണ്ട് ഓപ്പൺ ആയിട്ട് നിങ്ങളും നെഗറ്റീവായിട്ട് പബ്ലിസിറ്റി കൊടുക്കരുത്, പോസിറ്റീവായിട്ട് ചെയ്യുക. കാരണം ഇവരുടെ പ്രസ്ഥാനം അത്രയും ബുദ്ധിമുട്ടി തുടങ്ങുകയാണ്. അതെനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുകയും ചെയ്യാം. ആസ് സൂൺ ആസ് പോസിബിൾ. ഈ ഒരു ഇവന്റ് സ്റ്റാർട്ടപ്പ് ഒരു കാര്യം തുടങ്ങിയതിനു ശേഷം ഞാൻ തന്നെ വന്നിട്ട് പ്രസ് മീറ്റിംഗിൽ ആ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഇമ്പാക്ട് ചെയ്യാം. അതാ ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, ഒരിക്കലും നെഗറ്റീവായിട്ട് കൊടുക്കരുത്. നിങ്ങൾ ഈ ഇവന്റിനോട് സപ്പോർട്ട് ചെയ്യാവുള്ളൂ. അതെന്റെ വലിയ റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ട വിവാദ ന്യൂസ് ഞങ്ങൾ തരും. തരും. കുറച്ച് കഴിയട്ടെ. ഇപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ഹോട്ട് ന്യൂസ് ഞങ്ങൾ തരും. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് ഞങ്ങളുടെ മനസ്സ് ഫുള്ള് ഞങ്ങളുടെ ആദ്യത്തെ ഇവന്റ് ആണ്, നല്ല ഗംഭീരമായി പോകണേ ദൈവമേ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഒരു നെഗറ്റിവിറ്റിക്ക് സ്ഥാനം വേണ്ട ഞങ്ങൾക്ക് കേട്ടോ.